ഒരു അമ്മ എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും നല്ലൊരു വണ്ടിയിൽ യാത്ര ചെയ്യണം, എനിക്കും നല്ല വണ്ടികൾ വേണം, അങ്ങനെ ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ വണ്ടി വേണമെന്നില്ല, പക്ഷെ ഞാൻ ചേട്ടന് പറയാം എപ്പോഴും ഒരു സേഫായിരിക്കുന്ന ഒരു വണ്ടി, കുറച്ച് നല്ല സോളിഡ് ആയിരിക്കുന്ന വണ്ടി വേണം എന്ന് എപ്പോഴും ഞാൻ പറയും. ബിക്കോസ് മോർ ദാൻ മറ്റതിൻ്റെ ഒക്കെ കാട്ടിലും ഇപ്പം ഇവർ കുറേ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സേഫ്റ്റി വേണം. അതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. വണ്ടി ഏത് വണ്ടി ആയാലും ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. ഈ കൂടുതലും വീട്ടിൽ സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? വീട്ടിൽ അങ്ങനെ കാര്യമായിട്ടില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ കണ്ടു കഴിയുമ്പം ചേട്ടന് ഇത് ഞാൻ ഏറ്റവും വലിയ ക്രിറ്റിക് തോന്നുന്നു, എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് തന്നെ പറയും, മൊത്തത്തിൽ തന്നെ പറയും അല്ലേ? അപ്പോൾ ലാലേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആൾക്കാർക്കും ഓരോ ഒപ്പീനിയൻ അല്ലേ. പറയാനില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും ലാലേട്ടൻ്റെ? അങ്ങനെ പറഞ്ഞാൽ കുറേ ഉണ്ട് ഇഷ്ടം. എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്നോടൊക്കെ ചോദിച്ചാൽ പല 2-3 പേരുകൾ. അത് കുറേ ജോണേഴ്സിൽ വേറെ. ഇപ്പം സതയം അതൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ഫിലിംസ് ആണ്. ചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കിൽക്കം ചിത്രമൊക്കെ ഭയങ്കര ചിരിക്കാനും എൻ്റർടൈനിങ് ചിത്രമാണ്. മണിച്ചിത്ര താഴെ എനിക്ക് ഭയങ്കര കുറച്ച് ഹൊറർ ഫിലിം ഫാനാണ് ഞാൻ, അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കുറേ പടമുണ്ട്. ഇഷ്ടമില്ലാത്തത് ചോദിക്കരുത്. അത് ഞാൻ ചോദിക്കുന്നില്ല, ചോദിക്കില്ല. അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമേ, നിങ്ങൾ രണ്ടുപേരും ഇരുന്നാൽ മതി, ഈ പ്രേക്ഷകർ അറിയണ്ട. ജഡ്ജ്മെന്റ് കറക്റ്റ് അല്ലെങ്കിലും പിന്നെ പ്രശ്നമാവും. തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ലാലേട്ടൻ്റെ എപ്പോഴും കോമഡിയാണോ ഇഷ്ടം, ഇമോഷനാണോ ഇഷ്ടം? പണ്ടത്തെ പടത്തിലൊക്കെ കോമഡി ഇഷ്ടമായിരുന്നു, ഇപ്പോൾ മോർ ഇമോഷണലാണ് ഇഷ്ടം. അല്ല, ലാലേട്ടൻ്റെ ഒന്ന് കണ്ണ് നിറഞ്ഞാൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്ന എൻ്റെ ഒരു അറിവിൽ ലാലേട്ടൻ ചെയ്യുന്ന സിനിമകൾ, ലാലേട്ടൻ്റെ ഒരു സിനിമ ഒരു ഹിറ്റ് അടിക്കണമെങ്കിൽ ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കയറിപ്പോകുന്നത് നമ്മൾ പോലും അറിയില്ല. നേരെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത്രയും നാളുകൾക്ക് ശേഷം നേരെ സിനിമ മനസ്സിൻ്റെ ആഴത്തിൽ തട്ടി പ്രേക്ഷകരുടെ. അത് ഒരു ചെറിയ കണ്ണിൻ്റെ ഒരു വനവ് മാത്രമാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആണ്, ഭയങ്കര സട്ടിൽ ഇതായിരുന്നു അത്, പക്ഷേ ഭയങ്കര ഇൻറ്റൻസും അറ്റ് ദ സെയിം ടൈം. ആൻഡ് അത് ചേട്ടൻ്റെ മാത്രമല്ല, ഈവൻ കൂടെ ഉള്ള ആൾക്കാരുടെ ഇമോഷൻസൊക്കെ രണ്ടും ഇങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത്രയും നമുക്ക് തോന്നുന്നത്. ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ സിനിമ ഒന്ന് എനിക്ക് ആ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തന്മാത്രല്ലേ? അതെ, അത്തരമൊരു സിനിമ അല്ലേ? അത് ശരിക്കും ഫീൽ ചെയ്തു അല്ലേ? നല്ലോണം. അത്തരമൊരു സിനിമകൾ പിന്നീട് ഉണ്ടായിട്ടില്ല. അതെ, പ്രിൻസി സാറിൻ്റെ അത്തരമൊരു സിനിമകൾ വേറെ ഉണ്ടായിട്ടില്ല. അത് ഒരു ഡയറക്ടറിൻ്റെ ഒരു കഴിവും അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ ഒരു കഴിവും വലിയ കഴിവാണ്. അത് എന്നും പെട്ടെന്ന് അതിനൊരാലോചന പോലും വന്നില്ല ചേച്ചിക്ക്, പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു സിനിമയാണ്. അത്തരം സിനിമകൾ വേണം ഡെഫിനറ്റ്ലി. പക്ഷെ എനിക്കറിയാം ഇപ്പോഴത്തെ സിനിമ വരുന്നതിലും അങ്ങനെ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നന്നായി എഴുതുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നന്നായി എഴുതുന്നുണ്ട് എല്ലാവരും. എല്ലാം വേറെ ഇപ്പം ഈ വിഷുവിന് തന്നെ എടുത്ത 3 സിനിമ ഇറങ്ങിയത് 3 വേറെ ജോണേഴ്സ് അല്ലേ. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം പറയുന്ന ഒരു ഇമോഷണലുണ്ട്, ചിരിക്കാനുണ്ട്, അതൊക്കെ ഒരു ഫീൽ ഗുഡ് ഫിലിം. ജയഗണേഷ് ഞാൻ കണ്ടിട്ടില്ല, ആവേശം കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ഈ വരുന്ന 3-4 ദിവസത്തിൽ കാണും. പക്ഷെ അതും ഇപ്പം ആവേശം വന്നിട്ട് ഭയങ്കര എന്താ പറയുക, കോമഡി ഉണ്ട്, എല്ലാം കേൾക്കുന്ന മാസ്, അതാ എല്ലാം കൂടിയാണ്. ജയഗണേഷും വേറെ ഒരു ടൈപ്പ് സിനിമ, അതും ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നൈസ് എന്നാ ഞാൻ കേൾക്കുന്നത്. അതെ, അത് അതിൻ്റെ ഒരു കഷ്ടപ്പാടുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ണിമൂന്തൻ. അത് നമ്മൾ പറയാൻ ഞാൻ കണ്ട സിനിമയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടും കാണാതിരിക്കുകയാണ്. സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് അത്തരം സിനിമകൾ തന്നെയാണ്. ചേച്ചി ചെന്നൈയിൽ തന്നെ അല്ലേ ഒരു സിനിമ കൊണ്ടുവന്നായിരുന്നു, നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരാളുടെ മോൾ. ചെന്നൈയാണ് ബേസ്. ഇപ്പം ഈ സിനിമയിൽ നമ്മൾ പഴയ കാലഘട്ടത്തിൽ ചെന്നൈയിലുള്ള ഒരു സിനിമാ ജീവിതമാണ് പറഞ്ഞു വന്നത്. അന്ന് ഈ പറയുന്ന ശ്രീനിച്ചേട്ടനും ലാലേട്ടനൊക്കെ ഇങ്ങനെ പോയാണ് ഒരു ആളാകുന്നത്. അത് എങ്ങനെ കണക്ട് ചെയ്തു സിനിമ കണ്ടപ്പോൾ? ഞാനും ഇങ്ങനത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. സ്വാമീസ് ലോഡ്ജ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കേട്ട കഥയൊക്കെ വെച്ച് ഓഫ്കോഴ്സ് ഇത് കാണുമ്പം യു ക്യാൻ കണക്ട്, എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ട് ഇതൊക്കെ കേട്ടോണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇപ്പം എൻ്റെ ഫാദർ വന്നിട്ട് സിനിമ എങ്കിൽ പോലും നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഡേ ഈ പൂജ ഉണ്ടല്ലോ, അന്ന്
പോവും സെറ്റിൽ. പിന്നെ ലാസ്റ്റ് പ്രിവ്യൂ കാണാൻ പോവും ചെറുപ്പത്തിൽ. പിന്നെ കുറച്ച് വലുതായിട്ടാണ് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ സെറ്റിൽ പോയാൽ പോവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ അത്രയും ഇല്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു വേഗ് മെമ്മറിയിൽ ഇപ്പോൾ ഈ സിനിമയിൽ വിനീത് വന്നിട്ട് ഷാൻ ചെയ്ത ഒരു ഇതിൽ ഒരു ഡയറക്ടറുണ്ട്, ഇങ്ങനെ ഈ ഫുൾ പോളോ നെക്ക് ടീഷർട്ട്, ഈ വലിയ ബ്ലാക്ക്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു എനിക്ക് പേര് കൃത്യമായിട്ട് വരുന്നില്ല. പക്ഷെ അതേപോലെ വൈറ്റ് പോളോ ടീഷർട്ടും ഇങ്ങനെ ഈ ബ്രോഡ് ബ്ലാക്ക് ഫ്രെയിമുള്ള ഗ്ലാസ്സസ് ഒക്കെ ഇട്ടിട്ട് ഏതോ ഒരു ഡയറക്ടർ ഉണ്ടായി. ഞാൻ ആ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. സോ വിനീത് ആരിനെ ഉദ്ദേശിച്ചിട്ടാണ് ആ റോൾ എഴുതിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഷാൻ ഇന്നലെ ആക്ച്വലി ഞാൻ എന്നിട്ട് തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ. അപ്പം പെട്ടെന്ന് ഇവർ വന്നിട്ട് ആര് എന്ത് ഇഷ്ടമായി അത് ഇത് പറയുമ്പോൾ എനിക്ക് വന്നിട്ട് ആക്ച്വലി സിനിമ കഴിഞ്ഞ് ഷാൻ, ബേസിൽ, അജു എല്ലാവരും, നീരജ് എല്ലാവരും, ഈവൻ ആസിഫൊക്കെ ചെറിയ ഇതിലെ സ്പേസിലേ വന്നുള്ളൂ, അമ്മു ഒക്കെ. പക്ഷെ എനിക്ക് എല്ലാവർക്കും വിനീത് അവർക്ക് ഓരോ ഇത് എഴുതിയത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, ഭയങ്കര. ആൻഡ് ഈ മാനറിസംസ് പറഞ്ഞില്ലേ അപ്പൂൻ്റെ കാല്, എനിക്ക് ഇനിയൊന്ന് ഫീൽ ചെയ്തത് എന്താ അറിയോ, ചേട്ടനായിട്ട് മാനറിസംസ് പറയണത് ഈ അപ്പു വന്നിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് പോണ ചില സീൻസിലൊക്കെ അതിനെപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ ചേട്ടൻ എപ്പോഴും. അപ്പോൾ അത് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞു, സുച്ചു ആൻറ്റി അപ്പൂൻ്റെ ഐ മീൻ അപ്പൂനും ലാലങ്കിളുടെ ഭയങ്കര പറഞ്ഞു കുറച്ചൊക്കെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ ഡബ്ബിങ്, എന്താ വെച്ചാൽ ഇവരൊക്കെ ഡബ്ബിങ് കണ്ടിട്ട് ആ സമയത്താണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനും വന്ന് അപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്കും ഞാൻ പറഞ്ഞു അയ്യോ ശരിക്കും നീ പറഞ്ഞത് കറക്റ്റാണ്, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടൻ്റെ. അപ്പോൾ ഇത് വന്നിട്ട് നാച്ചുറലായിട്ട് വരുന്നതാ. അതെ അതെ അതെ. അപ്പോൾ കുറേ പേര് ഞാൻ വായിച്ചും ഇതിൽ കണ്ടിട്ട് അപ്പോൾ വന്നിട്ട് കോപ്പി ചെയ്യേണ്ട അച്ഛൻ. സി ഇറ്റ് ഈസ് നാച്ചുറൽ. അവൻ്റെ അച്ഛൻ്റെ ചില ഇത് മാനറിസംസ് വരുന്നത് നാച്ചുറലാണ്. ഈ കോപ്പി ചെയ്യാൻ പറഞ്ഞാൽ അവൻ ഫോർ എക്സാമ്പിൾ കുറേ സിനിമ എൻ്റെ പിള്ളേർ കണ്ടിട്ടില്ല ഇതുവരെ ചേട്ടൻ്റെ. ചിലതൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ ഈ അയാൾക്ക് അതൊന്നും കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് ചിലതൊക്കെ വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യിച്ചു, അവനെ കൊണ്ട് ചെയ്യിച്ചതാ, മനഃപൂർവ്വം ചെയ്യിച്ചതാ. പക്ഷെ അത് അല്ലാതെ കുറേ മാനറിസംസ് വരുന്നത് അവൻ തന്നെ അറിയുന്നില്ല. നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് ഇത് ചേട്ടൻ്റെ പോലെ ഉണ്ട് എന്ന്, തീർച്ചയാണ് അവൻ തന്നെ അറിയുന്നില്ല അത്.